ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ പറ്റിയാണ്. അപ്പോൾ ഇത് +1 സിലബസ് ആണ് കവർ ചെയ്യുന്നത്, +1ന്റെ കേരള സിലബസ്. അപ്പം ഇത് തന്നെയാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും BSc BCAക്കാർക്കെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പം +1 സ്റ്റുഡൻസിന്റെ ടെസ്റ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമുക്കറിയാം, നമ്മളിപ്പം നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റത്തില്ല. കാരണം ക്ലാസ് വരെ ഇപ്പം കൊറോണ കാരണം ഓൺലൈനാക്കി. അപ്പം നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ് ലൈഫിലല്ലേ. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മളിപ്പം യൂസ് ചെയ്യുന്നു, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, പിന്നെ ഇമെയിൽ യൂസ് ചെയ്യുന്നു, പിന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അപ്പം നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്. അതായത് സച്ച് ആസ് പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡം, CD drives, etc. connected to each other electronically ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അപ്പം പല കമ്പ്യൂട്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം മുഖേന നമ്മൾ കണക്ട് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ് സച്ചസ് പ്രിന്റർ, സ്കാനർ, മോഡം, CD drives, etc. കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ. Computer network is a group of computer. Okay, they can communicate with each other, exchange commands, share data, hardware and other resources. നമുക്കറിയാം, നമുക്ക് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ആ ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്റർനെറ്റ് വേണ്ടേ? ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പൊ ഇമേജ് ഷെയർ ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്യാം, പിന്നെ ഓഡിയോ ഷെയർ ചെയ്യാം. അങ്ങനെ ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പൊ ഫോണിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം they can communicate with each other, exchange command, share data, hardware and other resources. അപ്പം നമുക്ക് ഈ നെറ്റ്വർക്ക് മുഖേനയാണ് നമുക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നത്. കമ്പ്യൂട്ടർ ഓൺ എ നെറ്റ്വർക്ക് മേ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ്, ടെലിഫോൺ ലൈൻസ്, റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ്സ് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ്. അപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പല കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ കേബിൾ മുഖേനയായിരിക്കും. നമുക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കേബിൾ, അങ്ങനെ കുറെ കേബിൾസ് ഉണ്ട്. അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻസ് മുഖേന, അല്ലെങ്കിൽ റേഡിയോ വേവ്സ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ് മുഖേനയായിരിക്കും പല കമ്പ്യൂട്ടറും ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി പറയാനുള്ളത്. ബേസിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർസ്. അപ്പം ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർസിന്റെ ഇതിന്റെ സെറ്റിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്. അതായത് പ്രിന്റർ, സ്കാനർ, മോഡം, CD drives ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം മുഖേന ഈ പല കമ്പ്യൂട്ടറും പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസും കണക്ട് ചെയ്തിരിപ്പുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എക്സ്ചേഞ്ച് കമാൻഡ്സ്, ഷെയർ ഡാറ്റ, ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. കമ്പ്യൂട്ടേഴ്സ് ഓൺ നെറ്റ്വർക്ക് മേ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ്, ടെലിഫോൺ ലൈൻസ്, റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ്സ് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ്. അപ്പൊ ഇതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി പറയാനുള്ള ഒരു ബേസിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. ഇനി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗറിലേക്ക് നോക്കാം. ടെസ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു സെന്റർ കാണും, ഒരു റിസീവറും കാണും. സാധാ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത് എന്തൊക്കെ കാണും? ഒരു സെന്ററും കാണും, റിസീവറും കാണും. ഈ സെന്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആളാണ് സെന്റർ. അപ്പം ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്? റിസീവറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ ഇവിടെ സെന്റർ, ഇപ്പൊ ഈ ഇവിടുത്തെ സിസ്റ്റം സെന്ററായിട്ടും വർക്ക് ചെയ്യും, റിസീവറായിട്ടും വർക്ക് ചെയ്യാം. അതായത് ഇതിനൊരു ഡാറ്റ ഈ കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് പോകും. അപ്പൊ അത് സെന്റർ.
തിരിച്ച് ഇത് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇതിന് റിസീവ് ചെയ്യണമെങ്കിൽ ഇത് റിസീവർ. അപ്പൊ ഇതാണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതിനകത്ത് സെൻഡറും കാണും റിസീവറും കാണും. ഓക്കെ, ഇനി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതിനകത്ത് നമുക്ക് 5 ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാന്ന് നോക്കി, മെസ്സേജ്, സെൻഡർ, റിസീവർ, മീഡിയം ആൻഡ് പ്രോട്ടോകോൾ. അപ്പൊ ഈ 5 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. നമുക്ക് എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് നോക്കാം. In a computer network, computing devices are connected in various ways to communicate and share resources. Data communication is exchange of digital data between any two devices through a medium of transmission. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡിജിറ്റൽ ഡാറ്റയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഡിജിറ്റൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ ഫിഗർ ഷോസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ജനറൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇപ്പൊ ജനറൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ പേജിൽ കണ്ടത്. ഓക്കെ, ഇതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. ഇനി ഇത് പറയുന്നതെന്ന് വെച്ചാൽ ദ ഫോളോയിങ് 5 ബേസിക് എലമെന്റ്സ് ആർ നെസസറി ഫോർ ബിൽഡിംഗ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5 കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മെസ്സേജ്, പിന്നെ സെൻഡർ, പിന്നെ റിസീവർ, പിന്നെ മീഡിയം, പിന്നെ പ്രോട്ടോകോൾ. ഇനി എന്താണ് മെസ്സേജ്? നമുക്കറിയാം മെസ്സേജ് എന്താണ്. നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നില്ലേ, അത് തന്നെ മെസ്സേജ്. ഈസ് എ ഇൻഫർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. അപ്പം അതാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. എന്താണോ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതാണ് മെസ്സേജ്. ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. മേജർ ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാ, ടെക്സ്റ്റ്, പിക്ചർ, ഓഡിയോ, വീഡിയോ. അപ്പൊ അതൊക്കെയാണ് എന്തെന്നായിട്ട് വരുന്നത് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് is the information to be communicated. അതാണ് മെസ്സേജ്. ഇനി അടുത്ത സെൻഡർ. എന്താണ് സെൻഡർ? The computer or device that is used to sending message is called the sender. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, സോഴ്സ് ഓർ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കേ. അപ്പൊ ആ ഏത് ഡിവൈസ് ആണ് ഒരു ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന് വിളിക്കുന്നത്, സെൻഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം പറയുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് സെൻഡ് ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, അയാളായിരിക്കും സെൻഡർ അല്ലേ. അപ്പം സെൻഡർ എന്ന് വെച്ചാൽ എന്താണ്, എ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജസ് കാൾഡ് സെൻഡർ. ഇനി അടുത്ത റിസീവർ. റിസീവർ എന്ന് വെച്ചാൽ എന്താണ്, ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ദ മെസ്സേജസ് കാൾഡ് റിസീവർ. അപ്പം ഈ കമ്പ്യൂട്ടറാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഇമേജ് ഈ കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്യുക, അപ്പം ഈ കമ്പ്യൂട്ടർ സെൻഡറും ഇത് റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഇത് റിസീവറും ആയിരിക്കും. അപ്പൊ റിസീവർ എന്ന് വെച്ചാൽ എന്താണ്, ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ദ മെസ്സേജസ് കാൾഡ് റിസീവർ. ഇനി അടുത്ത മീഡിയം. മീഡിയം എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ പാത്ത് through which the message travel from sender to the receiver. It refers to the way in which nodes are connected. അതായത് മീഡിയം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒക്കെ വഴിയായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 കമ്പ്യൂട്ടർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, ലാൻ വഴിയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ കേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കണക്ഷൻ യൂസ് ചെയ്തേക്കുന്നത്, മീഡിയം. അപ്പൊ അവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞതാണ് ഈ 2 കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മീഡിയം എന്ന് വിളിക്കുന്നത്. നമുക്ക് വയർഡായിട്ടും കണക്ട് ചെയ്യാം, വയർലെസ് ആയിട്ടും ഒക്കെ ഇപ്പൊ കണക്ട് ചെയ്യാം. അപ്പൊ മീഡിയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽ ഫ്രം സെൻഡർ ടു റിസീവർ. ഇനി അടുത്താണ് പ്രോട്ടോകോൾ. എന്താണ് പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ദ റൂൾസ് അണ്ടർ വിച്ച് മെസ്സേജ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ ഈസ് കാൾഡ് പ്രോട്ടോകോൾസ്. അപ്പോൾ പ്രോട്ടോകോൾസ് എന്ന് വെച്ചാൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത് മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് സെൻഡർ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ ഫോർമാറ്റിന് ആർക്ക് മനസ്സിലാക്കണം, റിസീവറിന് മനസ്സിലാക്കണം. അതായത് സെൻഡറും റിസീവറും സെയിം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോട്ടോകോൾസ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ളത് HTTP, പിന്നെ TCP, അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത്. ഓക്കെ, നമ്മൾ ഇത്ര പറഞ്ഞോളൂ. കമ്പ്യൂട്ടർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെൻഡറും ഒരു റിസീവറും ചേർന്നതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ. ഒരു സെൻഡർ അല്ല, ഒന്നിൽ കൂടുതൽ സെൻഡറും റിസീവേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ. നമുക്ക് പിന്നെ പറഞ്ഞത് ഇതിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് മെയിൻ 5 പാർട്സ് ഏതൊക്കെയാണ്, മെസ്സേജ്, സെൻഡർ, റിസീവർ, മീഡിയം, പ്രോട്ടോകോൾ. ഇനി നമ്മൾ ഈ നീഡ്സ് ഓഫ് നെറ്റ്വർക്ക്, ഈ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നീഡ്സ് ഫോർ നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? റിസോഴ്സ് ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് ഷെയറിങ്ങിന്, പിന്നെ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി. അപ്പം എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആസ് പാർട്ട് ഓഫ് ഫ്രം ദിസ് there are many other advantages in using network computers instead of standalone computers. Some of
ദം ആർ ലിസ്റ്റഡ് ബിലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക് യൂസ് ചെയ്യാത്ത കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അതായത് നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ് റിസോഴ്സ് ഷെയറിംഗ്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഷെയറിംഗ് ഓഫ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കാൾഡ് റിസോഴ്സ് ഷെയറിംഗ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ അല്ലെങ്കിൽ ഇമേജ് എന്ത് ഡാറ്റ ആയാലും നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ പണ്ട് നെറ്റ്വർക്ക് ഇല്ലാത്തപ്പോൾ ഡാറ്റയ്ക്ക് എങ്ങനെയായിരുന്നു ഷെയർ ചെയ്തത്? പെൻഡ്രൈവിനകത്ത് ആക്കി അല്ലായിരുന്നു, മറ്റേ ഒരു സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലെ ഡാറ്റ കോപ്പി ചെയ്തിട്ട് മറ്റേ സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേസ്റ്റ് ചെയ്യുന്ന അങ്ങനെയല്ലായിരുന്നു, പെൻഡ്രൈവ് ഒക്കെ യൂസ് ചെയ്തിട്ടല്ലായിരുന്നു. ഇപ്പം നെറ്റ്വർക്ക് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റി. ഇനി പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് വെച്ചാൽ വൺ ക്യാൻ ഈസിലി ഷെയർ ദ റിസോഴ്സ് അവൈലബിൾ ഇൻ വൺ കമ്പ്യൂട്ടർ വിത്ത് ദ അതർ കമ്പ്യൂട്ടർ. അപ്പൊ നമുക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഡാറ്റ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹെൽപ്പ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ യൂസർ ഓഫ് ദ നെറ്റ്വർക്ക് ത്രൂ ദ സർവീസ് ലൈക്ക് ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിംഗ് എക്സെട്ര. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പൊ നമുക്കറിയാം ഗൂഗിൾ മീറ്റ്, ഇപ്പൊ കൊറോണ സമയത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചു തന്നെ ഗൂഗിൾ മീറ്റ്. അപ്പൊ നമുക്ക് ഏത് രാജ്യത്തിരിക്കുന്ന ആളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റും നെറ്റ്വർക്ക് മുഖേന. അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് അവിടുത്തെ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹെൽപ്പ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ യൂസേഴ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ദ സർവീസ് ലൈക്ക് ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിംഗ്. അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ മീഡിയം യൂസ് ചെയ്തിട്ടാണ്? അതാണ് ഇമെയില്, പിന്നെ ചാറ്റിംഗ് എക്സെട്ര. ഇനി അടുത്ത റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? ഇറ്റ് ഈസ് പോസിബിൾ ടു റീപ്ലേസ് ഓർ ബാക്കപ്പ് ഡാറ്റ ഇൻഫർമേഷൻ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് നെറ്റ്വർക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉള്ള സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്ന് അവിടുത്തെ ഡാറ്റ എല്ലാം പോയെങ്കിൽ അത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ആ ഡാറ്റ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വേറെ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു റെപ്ലിക്കേറ്റ് ഓർ ബാക്കപ്പ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിംഗ് ദ നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ, ദ C++ ഫയൽ, ഫോട്ടോ ഓർ സോങ് സേവ്ഡ് ഇൻ വൺ കമ്പ്യൂട്ടർ ക്യാൻ ആൾസോ ബി സേവ്ഡ് ഇൻ other computers in the same network. This can be retrieved from the other computers in which they are saved in the case of disaster. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഡാറ്റ അവിടെ നിന്ന് എന്ത് ചെയ്യത്തില്ല? മിസ്സായി പോകത്തില്ല. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്താന്ന് വെച്ചാൽ അതായത് നമുക്ക് സ്കെയിലബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിന് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അവിടെ പ്രോസസ് ചെയ്യാൻ ഒരുപാട് കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്കെയിലബിലിറ്റി മീൻസ് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഈസിലി ബൈ ആഡിംഗ് ഓർ റിമൂവിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ദ നെറ്റ്വർക്ക്. ഇൻ അഡീഷൻ ടു ദിസ്, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ നെറ്റ്വർക്ക് ക്യാൻ ആൾസോ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിംഗ് മോർ സ്റ്റോറേജ് ഡിവൈസ് ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ആഡ് ചെയ്ത് നമ്മുടെ ആ പെർഫോമൻസ്, നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ പല രീതിയിൽ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാർജ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നേരം കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് മെമ്മറി, ഇൻ അഡീഷൻ ടു ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്ക് ക്യാൻ ബി ആൾസോ ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിംഗ് മോർ സ്റ്റോറേജ് ഡിവൈസ് ടു ദ നെറ്റ്വർക്ക്. മോർ സ്റ്റോറേജ് ഡിവൈസ് നമ്മൾ നെറ്റ്വർക്കിനകത്ത് ആഡ് ചെയ്താൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യാനുള്ള മെയിൻ 5 റീസൺസ് ആണിത്. ഓക്കെ, ഒന്ന് റിസോഴ്സ് ഷെയറിംഗ്, അടുത്ത പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അടുത്ത കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി. അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? അതിന്റെ ആ അഡ്വാൻറ്റേജസ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഇൻ യൂസിങ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടേഴ്സ്. അതാണ് ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ എഴുതണം. പിന്നെ അടുത്ത സം കീ ടേംസ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് പഠിക്കുന്ന കുറച്ച് കീ ടേംസ് പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ബാൻഡ് വിഡ്ത്ത്. കണ്ടോ, ബാൻഡ് വിഡ്ത്ത്. അടുത്ത നോയ്സ്, പിന്നെ നോഡ്. എന്താണ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ നമുക്കിപ്പോ റോഡ് ഉണ്ടെന്നിരിക്കട്ടെ. റോഡ്, അപ്പം വീതി കൂടിയ റോഡും ഉണ്ട്, വീതി കുറഞ്ഞ റോഡും ഉണ്ട്.
അപ്പം വീതി കൂടിയ റോഡിൽ കൂടെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ പോകാൻ പറ്റും. വീതി കുറഞ്ഞ റോഡിൽ കൂടെ കുറച്ച് വാഹനങ്ങളല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വീതി കുറഞ്ഞ റോഡിൽ കൂടെ കുറെ വാഹനങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്നൊരു കൺസെപ്റ്റ്. ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈമിൽ എത്ര ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും അതിന്റെ ആ ഒരു മെഷറാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ നെറ്റ്വർക്ക് in a given amount of time. Okay, bandwidth describes the maximum data transfer rate between computers in a network. അപ്പം നമ്മുടെ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് നമ്മൾ ഈ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇൻ ഡിജിറ്റൽ സിസ്റ്റം ബാൻഡ് വിഡ്ത്ത് ഈസ് മെഷർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. നമ്മൾ ബിറ്റ്സ് പെർ BPS-ലാണ് ബാൻഡ് വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇഫ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് മോർ, ഡാറ്റ ട്രാവൽ ഫാസ്റ്റർ ആൻഡ് ഹെൻസ് ദ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫർ വിത്തിൻ എ പർട്ടിക്കുലർ ടൈം സ്പാൻ അക്രോസ് നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കിന്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ, ആൻ ഇന്റർനെറ്റ് കണക്ഷൻ വയ കേബിൾ മോഡം മേ പ്രൊവൈഡ് 25 Mbps ഓഫ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി അടുത്ത നോയ്സ്. നോയ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നോയ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പോൾ അവിടെ എന്തെങ്കിലും സൗണ്ട് വന്നാൽ അതൊരു നോയ്സാണ്. അപ്പോൾ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന സിഗ്നലായിട്ടാണ്. അപ്പോൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമ്മുടെ ഈ ഡാറ്റയുടെ ക്വാളിറ്റി എന്ത് ചെയ്യും, കുറയ്ക്കുന്നു. അപ്പോൾ അതിനെയാണ് അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇതിനെ എനർജീസിനെ നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോയ്സ് ഈസ് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസ്. It occurs from nearby radio transmitters, motors, and other cables. The transfer of all type of data, including text, programs, images, and audio over the network is adversely affected by the noise. അപ്പോൾ നമ്മളിപ്പം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന ടെസ്റ്റും പ്രോഗ്രാംസ്, ഇമേജസ്, ഓഡിയോ ഇതിനെ എല്ലാം എന്ത് ചെയ്യും, ഈ നോയ്സ് അഫക്ട് ചെയ്യാം. ഓക്കെ, അത് മുഖേന നമ്മുടെ ഡാറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാൻ പറ്റും. ഓക്കെ, അതായത് ആ കറക്റ്റ് ഫോർമാറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അത് റിസീവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത നോഡ്. നോഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്, സെന്ററും ഉണ്ട്, റിസീവറും ഉണ്ട്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോഡ് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ കണ്ടോ. അപ്പം ഇതൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ കമ്പ്യൂട്ടറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ കമ്പ്യൂട്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, നോഡെന്ന് വിളിക്കാം. ഓക്കെ, അതാണ് നോഡെന്ന് പറയുന്നത്. അതായത് നോഡെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനി ഡിവൈസ്, അതായത് കമ്പ്യൂട്ടർ, സ്കാനർ ഓർ പ്രിന്റർ, അതായത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്. ഓക്കെ, വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കാൾഡ് നോഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ ലിങ്ക്ഡ് ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ദ സ്കൂൾസ് ആർ നോഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ LAN ആയിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലായിരിക്കും. അപ്പോൾ ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഓരോ കമ്പ്യൂട്ടർ വിളിക്കുന്ന പേരാണ് നോഡ്. When we connect the internet to our computer become a node of internet. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ സിസ്റ്റമാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, നോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഈ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ +1 8ാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ റിലയബിലിറ്റി, സ്കെയിലിംഗ്, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ ചോദിക്കും ഉറപ്പായിട്ടും. പിന്നെ സം കീ ടേംസ്, എന്താണ് ബാൻഡ് വിഡ്ത്ത്, നോയ്സ്, നോഡ്, അതൊക്കെ ചെറിയ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇമ്പോർട്ടൻസ് പാർട്സ്. ഓക്കെ, ഈ ഫസ്റ്റ് ചാപ്റ്ററിന്, ഈ 8ാമത്തെ ചാപ്റ്ററിനകത്ത് കുറച്ച് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാർട്ടൊക്കെയാണ് ഇത്, തിയറി പാർട്ട്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ട്യൂഷനായിട്ട് വേണമെങ്കിൽ നമ്മൾ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നമ്മൾ ട്യൂഷനായിട്ട് എടുക്കുമ്പോൾ വൺ ചാപ്റ്ററിന് ഇവിടെ 100 രൂപയാണ്, അതായത് 100 രൂപയാണ് നമ്മൾ ഫീസായിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസ് നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ
നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കണം. വീഡിയോ കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ. ഇതൊരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ചാനലാണ്. പിന്നെ +1 കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കിട്ടിയോണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗുകാർക്കും BSc BC എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബേസ് ചെയ്തേക്കുന്നത് +1 ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.